ജെറുസലേമിൽ പേരെടുത്ത ഒരു കുടുംബത്തിലാണ് ഏശയ്യാ പ്രവാചകന്റെ ജനനം. പ്രവാചക മുഖ്യന്മാരിൽ ഒരുത്തനായ ഇദ്ദേഹം ക്രിസ്തുവിന് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ജനിച്ചത്. അതിഭക്തനായിരുന്നു ഏശയ്യാ. പരിശുദ്ധമായ ദേവാലയം അദ്ദേഹം സാധാരണ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ദേവാലയ സന്ദർശന വേളയിൽ അദ്ദേഹത്തിനൊരു വെളിപാടുണ്ടായി. അത്യുന്നതമായ മഹത്വത്തോടുകൂടി ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ചിറകുള്ള 6 മാലാഖമാർ അവിടുത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് കർത്താവായ ദൈവം പരിശുദ്ധൻ, 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 ലോകമാസകലം അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു. ആ ശബ്ദം കൊണ്ട് അവിടെയെങ്ങും മുഖരിതമായി. ദേവാലയവും പരിസരവും പുക കൊണ്ട് നിറയുകയും ചെയ്തു. പരിശുദ്ധമായ ആ ശബ്ദം ശ്രവിച്ചുകൊണ്ടും തൻ്റെ അധരങ്ങൾ പാപം ചെയ്തല്ലോ എന്ന് പശ്ചാത്തപിച്ചുകൊണ്ടും ഏശയ്യാ മുട്ടുകുത്തി നിന്നു. അനുഗ്രഹീതമായ ഈ വാക്കുകൾ ഉച്ചരിക്കുവാൻ അദ്ദേഹം അർഹനായില്ല. കത്തുന്ന ഒരു കൽക്കരി കഷ്ണവുമായി അപ്പോൾ ഒരു മാലാഖ തൻ്റെ അടുക്കലേക്ക് പറന്നെത്തി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ തൊട്ടുകൊണ്ട് ആ ദേവദൂതൻ പറഞ്ഞു, ഇതാ ഇപ്പോൾ നിൻ്റെ കുറ്റം നീങ്ങി, നിൻ്റെ പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആരായിരിക്കും എൻ്റെ സന്ദേശവാഹകൻ? ഏശയ്യാ മറുപടി പറഞ്ഞു, അങ്ങ് കൽപ്പിക്കും പോലെ ചെയ്യാൻ ഞാൻ ഇതാ സന്നദ്ധനായിരിക്കുന്നു. എന്നെ അങ്ങയുടെ സന്ദേശവാഹകനാക്കണമേ. ഇതോടെ ഏശയ്യായെ ദൈവത്തിൻ്റെ പ്രവാചകനായി വാഴിക്കപ്പെട്ടു. ജൂദ സമൃദ്ധിയുടെ ഉച്ചിയിലായിരുന്ന കാലം. പക്ഷേ സമ്പത്തും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും അവളുടെ അരൂപിയെ ബലഹീനമാക്കുകയാണുണ്ടായത്. ജൂദാക്ക് ദൈവത്തിൽ നിന്നൊരു സന്ദേശവാഹകന് ആവശ്യമുണ്ടായിരുന്നു. പശ്ചാത്തപിക്കൂ, പ്രായശ്ചിത്തം ചെയ്യൂ. ഏതാണ്ട് 50 വർഷക്കാലം ഏശയ്യാ ദൈവത്തിൻ്റെ ജനതയോടിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടു നടന്നു. വിഗ്രഹാരാധനയ്ക്കെതിരായി അദ്ദേഹം ശക്തിയായി താക്കീത് നൽകി. ധിക്കാരികളായ പണക്കാരെയും അധികാരികളെയും വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തു. സുഖലോലുപ ജീവിതത്തെ അദ്ദേഹം കഠിനമായി കുറ്റപ്പെടുത്തി. പശ്ചാത്തപിച്ച് വിശ്വാസത്തെ പുനർജീവിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണാധികാരികളുടെ വിദേശ ബന്ധങ്ങളും സ്വാർത്ഥതയും അദ്ദേഹം ഭയലേശം കൂടാതെ മുന്നറിവ് നൽകി. ജൂദായുടെ രക്ഷയ്ക്ക് ഏകമാർഗം ദൈവത്തിൽ ആശ്രയിക്കുകയാണെന്ന് പ്രവാചകൻ ഉപദേശിച്ചു. അധികാരികൾ ഇത് ചെവികൊണ്ടില്ല. അസൂയക്കാരുമായി ബന്ധത്തിലാണവർ ഒരുങ്ങിയത്. നാടുകടത്തപ്പെടാൻ അടുത്തിരിക്കുകയാണ് എന്ന് അത് കണ്ട ഉടനെ ഏശയ്യാ മനസ്സിലാക്കി. ദൈവജനതയിൽ ഏറ്റവും നല്ലവരായി അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ ജെറുസലേമിൻ്റെ പുനരുദ്ധാരണത്തിന് തിരിച്ചെത്തുകയുള്ളൂ എന്നും ഏശയ്യായ്ക്ക് മനസ്സിലായി. തൻ്റെ ജനത ചൂഷണം ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹം ആശയുടെ ദീപം കൊളുത്തിക്കാട്ടി. വരുവാനിരിക്കുന്ന രക്ഷകനെപ്പറ്റി അതിഭക്തിയോടെ അദ്ദേഹം പലവട്ടം പ്രവചിച്ചിട്ടുണ്ട്. പരിപൂർണ നാശത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വരുന്നവനായ ക്രിസ്തുവിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.